നമ്മുടെ വ്യവസായ രംഗം. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ വ്യവസായ രംഗം ഏറ്റവും നല്ല നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നില കേരളത്തിനുണ്ട്. അങ്ങക്കറിയാലോ കേരളത്തെക്കുറിച്ച്. പണ്ട് ഇവിടെ ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ല എന്നുള്ളൊരു ധാരണയോ തെറ്റിദ്ധാരണയോ ഉണ്ടായിരുന്നു. അത് മാറി വരുന്നുണ്ട്. 2016 മുൻപ് കേരളം വ്യവസായത്തിന് പറ്റിയൊരു നാടല്ല എന്നാണ് പൊതുവെ ധാരണ. ഇന്ത്യ ഗവൺമെന്റ് റാങ്കിങ്ങിലൊക്കെ നമ്മൾ വളരെ പുറകിലാണ്. ആരും ഇതിനെ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാൻ അങ്ങനെ ഗൗരവമായി ശ്രമിച്ചിട്ടില്ല. വ്യവസായങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം എന്ന നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തിയിട്ടില്ല. നമ്മൾ അങ്ങനെ തള്ളിക്കളിയാൻ പാടില്ലല്ലോ. ഒരു നാടിൻ്റെ കാര്യം ആലോചിക്കാനാണല്ലോ ഗവൺമെൻറ്. അപ്പോൾ എങ്ങനെ നാടിനെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കാൻ പറ്റും? 2016 ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ആ കാര്യം ആലോചിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാം യോഗം ചേർന്നു. വ്യവസായികളുടെ, ഉദ്യോഗസ്ഥരുടെ എല്ലാം യോഗം ചേർന്നു. അപ്പോൾ അതിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നു. എന്തുകൊണ്ടാണ് ഇത് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാകാത്തത്? എന്താണ് തടസ്സങ്ങൾ? അതിൽ ഗവൺമെൻറ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് നിയമങ്ങൾ പുതുക്കി പണിയേണ്ടതുണ്ട്. അങ്ങനെ 7 നിയമങ്ങൾ മാറ്റുന്ന നിലയുണ്ടായി, പുതുതായിട്ടെടുത്തു. അതേപോലെ തന്നെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതായിരുന്നു. 10 പ്രധാനപ്പെട്ട ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. പിന്നെ ഒരു മാനസിക നിലയുടെ പ്രശ്നമുണ്ടായിരുന്നു. നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അത് വ്യവസായത്തിന് വളരെ അനുകൂലമായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും യോഗങ്ങളിൽ ചേർന്നു. അതിൻ്റെ ഭാഗമായുള്ള മാറ്റം വന്നു. വ്യവസായം എന്ന് പറയുന്നത് വ്യവസായ വകുപ്പ് മാത്രം നടപ്പാക്കേണ്ട ഒരു കാര്യമല്ല. വ്യത്യസ്തങ്ങളായ വകുപ്പുകൾക്ക് അതിൽ പങ്കുണ്ട്. അവരെല്ലാം ഇതിന് അനുകൂലമായ നിലപാടെടുത്താലേ ഈ പറഞ്ഞ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാവും. അവരെല്ലാം ബന്ധപ്പെട്ടു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ചില തെറ്റായ ശീലങ്ങളും സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു. അത് മാറേണ്ടതുണ്ടായിരുന്നു. അതിന് ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിച്ചു. ട്രേഡ് യൂണിയനുകൾ വളരെ പോസിറ്റീവായ നിലപാടെടുത്തു. അങ്ങനെ എല്ലാം കൂടി വന്ന് 2021 അപ്പോഴേക്ക് ആ വർഷം കഴിഞ്ഞു, ആ കാലഘട്ടം കഴിഞ്ഞു. പക്ഷെ 21 LDF-ന് തന്നെ തുടർഭരണം കിട്ടി. എവിടെയാണോ അവസാനിപ്പിച്ച് അവിടെയും തുടങ്ങാൻ കഴിയും. അത് നല്ല രീതിയിലെത്തി. അങ്ങനെയാണ് നമ്മൾ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായത്. ഇപ്പോൾ കേരളമാണ് ഇന്ത്യയിൽ 1-ാം നമ്പർ സംസ്ഥാനമായി നിൽക്കുന്നത്. ഒരു തവണയല്ല, 2 തവണ തുടർച്ചയായിട്ട് അത് വന്നു. അതിൻ്റെ മാറ്റം നമുക്ക് നല്ലതുപോലെ കാണാൻ കഴിയാണ്. ഇപ്പോൾ കേരളം നമ്മുടെ ഒരു നിക്ഷേപ സംഗമം നടത്തിയല്ലോ, ആഗോള നിക്ഷേപ സംഗമം നടത്തി കൊച്ചിയിൽ വെച്ചിട്ട്. 2 ലക്ഷം കോടി രൂപയുടെ അടുത്താണ് നിക്ഷേപ വാഗ്ദാനം വന്നത്. നമ്മുടെ ദാവോസിൽ അവിടെ പോയപ്പോൾ അവിടെ നമ്മുടെ വ്യവസായ മന്ത്രിയും മറ്റും അവിടെ പോയിരുന്നു. അവിടെ വെച്ച് 1 ലക്ഷം കോടിയിൽ പരം രൂപയുടെ നിക്ഷേപ താല്പര്യമാണ് വന്നത്. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. കേരളം എന്നത് ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനം മാത്രമല്ല. ഇന്ന് കേരളമാണ് നിക്ഷേപത്തിന് ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് കാണുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഒരനുഭവം ഞാൻ പറയാം. ഒരു ദിവസം ഇപ്പം അടുത്താണ് ഒരു വൻകിട നിക്ഷേപം നടത്താൻ തയ്യാറുള്ളവർ എന്നെ കാണാൻ വന്നു. അത് വ്യവസായ മന്ത്രിയാണ് കൂട്ടി വരുന്നത്. അപ്പോൾ അവർ നിക്ഷേപിക്കാൻ പോകുന്ന തുക കേട്ടപ്പോൾ പെട്ടെന്നൊരു അമ്പരപ്പ് വരും. അതൊരു 3,60,000 കോടി രൂപയാണ്. അപ്പോൾ ഒരു പദ്ധതിയിലാണ് ഇത് മുഴുവൻ നിക്ഷേപിക്കുന്നത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, കേരളീയരല്ല, എന്ത് ധൈര്യത്തിലല്ല, കേരളീയരല്ല, നിങ്ങളെന്താണ് ഇവിടെ വരാൻ കാരണം എന്ന് ചോദിച്ചു കേരളത്തിൽ. അതിനവർ പറഞ്ഞൊരു മറുപടിയുണ്ട്. അവർ പറഞ്ഞു, ഇന്ത്യയിൽ കമ്മ്യൂണൽ പ്രശ്നങ്ങളില്ലാത്ത സംസ്ഥാനം കേരളമാണ്, ഞങ്ങളിവിടെ വളരെ സുരക്ഷിതരാണെന്നാണ് കാണുന്നത്. അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അങ്ങനെയൊരു ധാരണയാണ് പൊതുവിൽ വ്യവസായ രംഗത്തും ലോകത്തും ഉള്ളത്. അത് നമുക്ക് അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു.
അതൊക്കെ നാടിൻ്റെ ഒരു അഭിമാന കാര്യമാണല്ലോ. അതെ അതെ